മൈ ഫാഷൻ ഒരു ബിഗ് സീക്രട്ട് ആണ് ട്ടോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്, എങ്ങനെയാണ് നിങ്ങൾ ഫ്രോക്കൊക്കെ ഇങ്ങനെ പഫി ആയിട്ടോ ഇതുപോലെ ഇങ്ങനെ വിടർന്നിട്ട് പൊങ്ങിയിട്ടൊക്കെ നിൽക്കുന്നത്, എങ്ങനെയാണ് ലൈനിങ്സൊക്കെ കട്ട് ചെയ്യുന്നതെന്നുള്ളതൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു സീക്രട്ടാണ് ട്ടോ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫാബ്രിക്സ് കട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ ഫാബ്രിക്കിൽ തന്നെ നല്ല ഹെവി റിച്ച് ലുക്കിലുള്ള നല്ല പൊങ്ങി നിൽക്കുന്ന ഫ്രോക്കൊക്കെ നമുക്ക് ഫ്രോക്കായാലും ഗൗണായാലും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം. ബിഗിനേഴ്സിന് എത്രയായാലും ഹെൽപ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണിത്, സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പോൾ ഞാനിവിടെ നമ്മൾ ലൈനിങ് ഫാബ്രിക്സ് കട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിവിടെ 1 ഇയർ ബേബിൻ്റെ ഫ്രോക്കിൻ്റെ ലൈനിങ്ങാണ് നമ്മളിത് കട്ട് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത് 1 ഇയർ ബേബിൻ്റെതായതുകൊണ്ട് തന്നെ 10 ഇഞ്ചസ് ലെങ്ത്ത്, നമുക്ക് നീ ലെങ്ത്ത് ആണെങ്കിൽ നീ ലെങ്ത്ത് അതിനനുസരിച്ച് ലെങ്ത്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് എത്രയാണോ ആവശ്യമായിട്ടുള്ളത്, 20 ആണ് നോർമലി വരിക, അപ്പോൾ അതിന് 2.5 ഇഞ്ച് 4ആയിട്ട് മടക്കാണ് ചെയ്യുന്നത്. അപ്പം അതിനാവശ്യമായിട്ടുള്ള ലെങ്ത്തും കൂടി എടുക്കുക. ഒരു 5 ഇയേഴ്സ് ബേബിൻ്റെ ഒക്കെ സൈസ് വരെ നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഫാബ്രിക്സ് മെഷറൊന്നും ചെയ്യാണ്ട് തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ 4 ഭാഗത്തും 4ആയിട്ട് നമ്മൾ ഈ ഒരു ഫാബ്രിക്സ് ഫോൾഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ 4 ഭാഗത്തും മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അളവെടുത്തിട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ ഞാൻ ഇതുപോലെ ചെയ്യുന്ന പോലെ ചെയ്തെടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനിപ്പം നമ്മൾ നോർമലി ഈ 1 ഇയർ ബേബിൻ്റെ തന്നെ ചെയ്ത് ശീലമായതുകൊണ്ട് നമ്മൾ ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ ആ ഒരു അളവ് തന്നെ ആയിരിക്കും വരിക, നമ്മൾ ആ ഒരു അതിൽ തന്നെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ കൃത്യമായി മെഷർമെൻറ്റൊക്കെ എടുത്തിട്ട് ചെയ്യാം. നമുക്ക് വളരെ കുറഞ്ഞ ഫാബ്രിക്കിൽ അടിപൊളിയായിട്ടുള്ള ഫ്രോക്കിൻ്റെ ലൈനിങ് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗത്ത് ഒരുപാട് മെസ്സി ആയിട്ട് കിട്ടുകയും ചെയ്യില്ല, എന്നാലും അടിഭാഗത്തൊക്കെ നല്ല ഫുൾ സർക്കിളായിട്ടുള്ള കട്ടിങ് ആണ് കേട്ടോ ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഫാബ്രിക്സ് കൂടുതൽ മനസ്സിലാവുന്നതിന് വേണ്ടി ഫാബ്രിക്സ് ഞാൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇതുപോലെ സ്ക്വയർ ആയിട്ടുള്ളൊരു ഫാബ്രിക് ഇതുപോലെ 4ആയിട്ട് മടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാ സൈഡിലും ഒരുപോലെ തന്നെ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുക. അതിന് ശേഷം ഒന്നും കൂടെ ഞാൻ ഫോൾഡ് ചെയ്യുന്നുണ്ട്, കാരണം മാർക്ക് ചെയ്യാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് എന്നുള്ളത് അതിലൊന്നും കൂടെ മാർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 ഇയർ ബേബിക്കായതുകൊണ്ട് തന്നെ 10 ഇഞ്ചസ് ആണ് കേട്ടോ എടുക്കുന്നത്. വേസ്റ്റിൻ്റെ ഭാഗത്ത് നമുക്ക് 20 ആണെങ്കിൽ 2.5 വേണ്ടുള്ളൂ. പിന്നെ ഞാൻ എക്സ്ട്രാ എടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എക്സ്ട്രാ എന്താണ് ഫ്ലെയർ, നമുക്ക് കൂടുതൽ ഫ്ലെയർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചെയ്തെടുക്കാം. ഞാനിവിടെ ആ രീതിയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, കാരണം ഈ ഒരു ഫ്രോക്കിൽ കുറച്ചും കൂടെ ഫ്ലെയർ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ 10 ഇഞ്ചസിന് നമ്മൾ 2 ഇഞ്ചസിന് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നോർമലി അത്രേ ആവശ്യമുള്ളൂ നമുക്ക്. നമ്മൾ ഫ്രോക്കിൽ കുറച്ചും കൂടി ഫ്ലെയർ വേണ്ടതുകൊണ്ട് ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുൾ സർക്കിളിൽ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫ്രില്ല് കൂടെ വേണമെന്നുള്ളവർക്ക് ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്താണ് കുറച്ചും കൂടെ ഫാബ്രിക്സ് എടുത്തിട്ട് ഫ്ലെയർ ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ സ്ട്രെയിറ്റ് കട്ടായിട്ട് ഫ്രില്ല് കൊടുത്തിട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫാബ്രിക് വേസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫ്രോക്ക് മെസ്സി ആയിരിക്കും. നമുക്ക് 1 ഇയർ ബേബിൻ്റെത് അല്ലെങ്കിൽ 2 ഇയേഴ്സ് ബേബിൻ്റെ ഒക്കെ ഫ്രോക്ക് ഓർഡർ തരുന്നുണ്ടാവും, മെയിനായിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ ആയിരിക്കും. അപ്പോൾ ഫ്രോക്കൊക്കെ ഇങ്ങനെ വിടർന്ന് കിടക്കാനുള്ള ഓരോ കസ്റ്റമേഴ്സിനും ആഗ്രഹമായിരിക്കും, അവരങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടായിരിക്കും നമുക്ക് ഓർഡേഴ്സൊക്കെ തരുന്നുണ്ടാവാം. അപ്പോൾ നമുക്ക് കസ്റ്റമേഴ്സിനെ നമ്മൾ റെഗുലർ കസ്റ്റമർ ആക്കണമെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ എന്തായാലും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മൾ കട്ടിങ്ങിൽ ഇത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മൾ ഫ്രോക്കായാലും നമ്മൾ എന്ത് ഔട്ട്ഫിറ്റ് ആയാലും അത് കസ്റ്റമേഴ്സിനായാലും നമ്മളെ ബേബീസിനായാലും എത്രത്തോളം കംഫർട്ടബിൾ ആവുന്നോ അത്രത്തോളം നമ്മൾ സക്സസ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ നമുക്ക് അൺഈവനായിട്ട് ഉണ്ടാവും നമ്മൾ ഫ്രോക്കിൻ്റെ ചില വലിയ ബോട്ടിക്സിൻ്റെ ഫ്രോക്കിൽ തന്നെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അതിൻ്റെ ലൈനിങ്സൊക്കെ ഇങ്ങനെ ഒരു ഭാഗത്ത് തൂങ്ങിയ പോലെയൊക്കെ. അപ്പോൾ അത് ഒഴിവാക്കാൻ ഞാൻ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതിൻ്റെ എക്സ്ട്രാ ഉള്ളത് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കും, ഒരു അടിഭാഗത്ത് അൺഈവനായിട്ട് ഏത്തക്കുത്താന്ന് പറയും നമ്മളിവിടെയൊക്കെ, ഇങ്ങനെ ഏത്തയും കുത്തിയായിട്ട് ഇങ്ങനെ അൺഈവനായിട്ട് കിടക്കുന്നത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. അപ്പം ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ ഫാബ്രിക് ഒന്ന് അവിടെ ഫോൾഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതും കൂടെ ഞാനൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ലൈനിങ്സ് ഫ്രോക്കിൻ്റെ ലൈനിങ്ങൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്.
അപ്പം നമ്മൾ ലൈനിങ്സ് ആയാലും നമ്മൾ കോട്ടൺ ലൈനിങ്സ് ഒക്കെ ആയാലും ഈ ഒരു രീതി കട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫ്രോക്ക് നല്ല വിടർന്നിട്ട് നല്ല പഫി ആയിട്ട് നിൽക്കും. നിങ്ങൾ സ്ട്രെയിറ്റ് കട്ട് ചെയ്തിട്ട് ഫ്രില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേസ്റ്റിൻ്റെ ഭാഗത്തും ഒരുപാട് ഫാബ്രിക്സ് വന്നിട്ട് കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസും കൂടെ കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയ സമയം മുതലേ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് പറയാറുണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ കട്ടിങ്സ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഹൈലോ പാറ്റേണിൽ എങ്ങനെയാണ് അംബ്രല്ല കട്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ ഫാബ്രിക്സ് ഇതുപോലെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫാബ്രിക്സ് മെഷർമെൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതായത് ഫുൾ സർക്കിൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേസ്റ്റ് കട്ട് ചെയ്യുന്നതാണ് ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് എത്ര ലെങ്ത്ത് വേണം, ബാക്ക് സൈഡിലേക്ക് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് നോർമലി നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 5 to 8 ഇഞ്ചിൻ്റെ ഡിഫറൻസാണ് വരിക. കസ്റ്റമർ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സൈസ് അങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ ആ ഒരു നോർമൽ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസിലാണ് ഞങ്ങൾ പറയുന്നത്. അപ്പം അത് എത്രയാണെന്നുള്ളത് നമ്മളൊന്ന് മെഷർ ചെയ്തിട്ടോ അല്ലെങ്കിൽ മാർക്ക് ചെയ്തിട്ടോ ഒന്ന് അതിൽ സെറ്റ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ ഫാബ്രിക്സ് ഫോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടത്. അപ്പോൾ ഞാനിവിടെ 8 ഇഞ്ചസിൻ്റെതാണ് കേട്ടോ എടുക്കുന്നത്. 8 ഇഞ്ച് നമുക്ക് ബാക്കിൽ ഇങ്ങനെ കിടക്കേണ്ട ആ ഒരു ഫാബ്രിക്സ് ഉണ്ടല്ലോ, ആ ഒരു ഫാബ്രിക്സ് നമ്മൾ 8 ഇഞ്ച് ലെങ്ത്തിൽ എക്സ്ട്രാ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫാബ്രിക്സ് എടുക്കുമ്പോൾ എത്ര എടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മളൊരു 5 ഇഞ്ച് to 8 ഇഞ്ച് നമുക്ക് എത്രയാണോ കസ്റ്റമർ ഫ്രണ്ട് പോർഷനിലേക്ക് ലെങ്ത്ത് എക്സ്ട്രാ തന്നിട്ടുള്ളത് ആ ഒരു അളവിൽ എക്സ്ട്രാ നമ്മൾ ഫാബ്രിക്സ് എടുത്തിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അതിനുശേഷം ഇതുപോലെ നമ്മൾ നോർമൽ എങ്ങനെയാണോ ഫോൾഡ് ചെയ്യുന്നത് അതുപോലെ അപ്പോൾ നമുക്ക് ശരിക്കും ആ ഒരു കർവിങ് ഒക്കെ കിട്ടും കേട്ടോ എല്ലാ സൈഡിലും. അതായത് ബാക്ക് സൈഡിലേക്ക് അങ്ങനെ ഓവർലാപ്പ് ചെയ്തിട്ട് നിൽക്കുന്ന രീതിയിലൊക്കെ നമുക്ക് ഫാബ്രിക്സ് കറക്റ്റായിട്ട് കിട്ടും. പിന്നെ നമ്മൾ നോർമലി ചെയ്യുന്ന പോലത്തെ ആ ഒരു ടൈമിൽ നിങ്ങൾ ഒന്നും കൂടി ശ്രദ്ധിക്കണം, നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് വരുന്ന ഫാബ്രിക് അത്രയും തന്നെ അളവ് ഉണ്ടോ എന്നുള്ളത്. അല്ലെങ്കിൽ നമ്മൾ എത്രയാണോ നമുക്ക് 10 ഇഞ്ചസ് ആണെങ്കിൽ 10 ഇഞ്ചസ് ഉണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പ് വരുത്തണം. അതിന് ശേഷം മാത്രം കട്ട് ചെയ്യാം കേട്ടോ. നമ്മളിത് എപ്പോഴും കട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ഫുൾ സർക്കിളിൽ ഹൈലോ പാറ്റേണിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസാണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ നമ്മൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസ്, ഞാൻ സത്യം പറഞ്ഞാൽ ഒരുപാട് വീഡിയോസ് നമ്മൾ ഫോൾഡറിലുണ്ട്. എനിക്ക് എഡിറ്റ് ചെയ്യാനുള്ള വോയിസ് ഓവർ കൊടുക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ് പലപ്പോഴും വീഡിയോസ് അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക അത് കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് വേണമെന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള ട്രിക്സൊക്കെ ആണോ ആവശ്യമുള്ളത് എന്നുള്ളത്. ഇതിലിപ്പോൾ നമ്മൾ നെറ്റ് ഫാബ്രിക്കും കൂടെ ചെയ്തിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാകുന്ന നമ്മളെ പേജിൽ സ്ട്രക്ചർ ഷോൾഡറൊക്കെ വരുന്നൊരു ഫ്രോക്ക് ഹൈലോ പാറ്റേണിൽ. അപ്പോൾ ഇതിൽ നമ്മൾ നെറ്റ് സ്ട്രൈറ്റിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ ഫ്രില്ലൊക്കെ കൊടുത്തിട്ട് ഹൈലോ പാറ്റേണിൽ അതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഫ്രണ്ട് പോർഷനിലേക്ക് 10 ഇഞ്ചസും ബാക്ക് പോർഷനിലേക്ക് 18 ഇഞ്ചസോളാണ് എടുത്തിട്ടുള്ളത്.